ഇപ്പോൾ ഈ കർക്കിടക വാവു ബലിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കാൻ പതിനായിരങ്ങളാണ് സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ തുടക്കമായി ഒരു മധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം ബീച്ച്, ആലുവ മണപ്പുറം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വയനാട് തിരുനെല്ലി അമ്പലം തുടങ്ങിയവയാണ് ബലിതർപ്പണ കേന്ദ്രങ്ങൾ. വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആലുവ മണപ്പുറത്തേക്ക് പോകാം. സൈഫുന്നീസ അലിയാരാണ് ആലുവ മണപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സൈഫുന്നീസ, ഈ മഴ കുറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടോ? മഴയില്ല എന്ന് മനസ്സിലാക്കുന്നു ആ സ്ക്രീൻ കാണുമ്പോൾ. ബിനിൽ, മഴ മാറിയതോടുകൂടി കൂടുതൽ പേർ ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശക്തമായ മഴയും കാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു പേർ വരുന്നത് കുറഞ്ഞുണ്ടായിരുന്നു. വന്നവർ പോലും പല സ്ഥലങ്ങളിലായി കയറി നിൽക്കുകയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായി, ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പേർ ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലിതർപ്പണം നടത്താൻ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമയം. ഈ 1 മണി വരെ ബലിതർപ്പണം നടത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 40 ബലിത്തറകളാണുള്ളത്. ഇവിടെ ഒരേ സമയം 1000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പുലർച്ചെ 2:30 മുതലാണ് ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചത്. നേരെ അപ്പുറത്ത്, പെരിയാറിന്റെ അപ്പുറത്ത് അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കുന്നുണ്ട്. അവിടെയും ബലിത്തറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പെരിയാറിന്റെ തൊട്ട് അക്കരെ ഭാഗത്താണ്, എല്ലാ തവണയും ഉള്ളതാണ്, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണം നടത്തുന്നത്. ഇപ്പോൾ ബലിതർപ്പണം നടത്തി മടങ്ങിപ്പോകുന്ന ആളുകളെയും നമുക്ക് കാണാം. ചേച്ചി, തർപ്പണം നടത്തിയോ? നടത്തി. മഴയൊക്കെ മാറി ചെയ്യാൻ പറ്റുമെന്നായി? അതെ. ആർക്ക് വേണ്ടിയിട്ടാ വന്നേ? അച്ഛനും അമ്മക്കും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ. എല്ലാ വർഷവും വരാറുള്ളതാണോ? എല്ലാ വർഷവും ആണ്. ഈ ആലുവ ശിവരാത്രി മണപ്പുറത്ത് തന്നെ ബലിതർപ്പണം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഈ കർക്കിടവാവിനാണെങ്കിലും ശിവരാത്രിക്കൊക്കെ ആണെങ്കിലും ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായി വരുന്നവരുണ്ട്, ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെയായി. ഇപ്പോൾ കൂടുതൽ അമ്പലങ്ങളിലൊക്കെ തന്നെ ഈ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബലിതർപ്പണത്തിന് ആലുവയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്ഥിരമായി വരുന്നവർ ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തർപ്പണം നടത്താവുന്നതാണോ? ആർക്ക് വേണ്ടിയാണ്? അച്ഛനെ. ബലിതർപ്പണം നടത്തിയോ? ബലിതർപ്പണം നടത്തി. കുറെ പേര് പുഴയുടെ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം രാവിലെയൊക്കെ മഴയായിരുന്നത് കൊണ്ട് തന്നെ ഈ പെരിയാറിലെ ജലനിരപ്പ് ഉയരുമോ എന്നൊരു ഭീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആളുകളെ ഒരുപാട് താഴേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത്തരം ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിൽ ഇല്ല. എങ്കിൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വിന്യാസമുണ്ട്, ആംബുലൻസ്, ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്തതോടുകൂടി ഇവിടെ വലിയ ചെളിക്കെട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പരാതി. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ തവണ പുഴ കയറുകയും അമ്പലം മുങ്ങുകയും ആറാട്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പുല്ലെല്ലാം കയറി വലിയ രീതിയിൽ കാടുപോലെ ആയിരുന്നു മണപ്പുറത്ത്. അതിനുശേഷം ഈ വാവുബലിയോടനുബന്ധിച്ച് ഇതെല്ലാം വെട്ടിയൊതുക്കി കുറേ ഭാഗങ്ങളിൽ മെറ്റലും പാറപ്പൊടിയൊക്കെ വിതറിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പെയ്ത മഴയിൽ വലിയൊരു ചെളിക്കുളമൊക്കെ ആയിട്ടുണ്ട് ഈ ഭാഗത്ത്. എങ്കിൽ പോലും പിതൃക്കൾക്ക് ഒരു ബലിതർപ്പണം നടത്താനുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒരുപാട് പേർ ഇവിടെ എത്തി ഇപ്പോൾ ബലിതർപ്പണം നടത്തി മടങ്ങിപ്പോവുകയാണ്. ഓരോ സമയവും 1000-ലേറെ പേരാണ് ബലിതർപ്പണം നടത്തുന്നത്. 61 ബലിത്തറകളാണ് സജ്ജീകരിച്ചിരുന്നത്. അതിൽ 40 ബലിത്തറകളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ചേച്ചി, ബലിതർപ്പണം നടത്തിയോ? ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? അച്ഛന് വേണ്ടിയാണ്. എല്ലാ വർഷവും വരുന്നതാണോ ഇവിടെ? എല്ലാ വർഷം വരുന്നു. വിശ്വാസമാണ് ഇവിടെ? വിശ്വാസം ആണ്. ഇവിടെ ശിവന്റെ നടയിൽ വന്ന് ബലിതർപ്പണം നടത്തുക എന്നുള്ളത് പലരുടെയും ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇവിടെ ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. എന്തായാലും പുലർച്ചെ 2:30 തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയോടുകൂടി ബലിതർപ്പണം പൂർത്തിയാക്കും. പിന്നെ ഉച്ചയോടുകൂടി ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 40-ലധികം ഈ ബലിക്കല്ലുകളിൽ ഈ ബലിതർപ്പണം നടത്തുന്നതിന് സജ്ജീകരിച്ചിട്ടുള്ള ബലിത്തറകളിൽ ഇപ്പോൾ കൃത്യമായ രീതിയിൽ ബലി തർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സൈഫുന്നീസ അലിയാർ ആലുവ മണപ്പുറത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി നൽകിയത്.